ഞാൻ ഈ അടുത്തൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, കുറേ ആളുകളെ വേണമെന്ന് പറഞ്ഞിട്ട്. അത് ഞങ്ങളുടെ കമ്പനിയിലേക്ക്, ഞങ്ങളുടെ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലേക്ക് വേണം, കേരളത്തിൽ വേണം, ദുബായിൽ വേണം. അതുപോലെ തന്നെ GCCയിൽ ഉടനീളം നമ്മുടെ BCC കമ്മ്യൂണിറ്റിയിലുള്ള ഏകദേശം 200ഓളം കമ്പനികൾക്ക് വേണ്ട ഒരുപാട് പൊസിഷനിൽ വേക്കൻസി ഉണ്ട്. ഞാൻ ആ വീഡിയോ ഇട്ടപ്പോൾ ഏറ്റവും രസകരമായി എന്നെ ആകർഷിച്ച ഒരു ഘടകം എന്താണെന്ന് വെച്ചാൽ, ഒരു സോഷ്യൽ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് 1000-ലധികം CV അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ്, ഒരു 2000-3000-ലധികം വാട്സപ്പ് മെസ്സേജസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ മെസ്സേജസ് വന്നത് എനിക്ക് ഒരു ജോലി തരുമോ എന്ന് ചോദിച്ചിട്ടല്ല. ഏറ്റവും കൂടുതൽ മെസ്സേജസ് വന്നത് എൻ്റെ മകന് ഒരു ജോലി കൊടുക്കുമോ എന്ന് ചോദിച്ചിട്ടാണ്. എൻ്റെ ഹസ്ബൻഡ് ജോലി ഇല്ലാതെ നടക്കുകയാണ്, അവർക്കൊരു ജോലി കൊടുക്കുമോ എന്ന് ചോദിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫിൽട്ടർ ഔട്ട് ചെയ്തത്, അതായത് ഇപ്പോൾ ഈ 1000-ൽ ചിലപ്പോൾ 200-300 ആൾക്കാണ് ജോലി കിട്ടുക. അപ്പോൾ ആദ്യം തന്നെ ഫിൽട്ടർ ഔട്ട് ചെയ്തത് എനിക്കൊരു ജോലി വേണം എന്ന് ആര് പറഞ്ഞു അവനെ മാത്രമേ എടുത്തിട്ടുള്ളൂ. എൻ്റെ മകനൊരു ജോലി കൊടുക്കുമോ എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ആ മെസ്സേജ് തന്നെ ഞങ്ങൾ ഔട്ടാക്കി. കാരണം ഇത്തരം അമൂൽ ബേബീസിനെങ്ങാനും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കമ്പനിയിൽ, പിന്നെ അവർ സത്യത്തിൽ ചുക്കനും ചുണ്ണാമ്പളും കൊള്ളാത്തവനായിരിക്കും. ഒരാൾക്ക് ഇപ്പം എനിക്ക് ജോലി ഇല്ലെങ്കിൽ എൻ്റെ അമ്മലല്ല ജോലി അന്വേഷിക്കുക, ഞാനല്ലേ. ഞാൻ CV ഉണ്ടാക്കി, ഞാൻ അയച്ച്, ഇമെയിൽ അയച്ച്, ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത്, ഞാനല്ലേ ജോലി ചെയ്യേണ്ടത്. എൻ്റെ ഉമ്മയാണ് എനിക്ക് വേണ്ടി ജോലിയാണ്. എൻ്റെ ഉമ്മ എനിക്കൊരു ജോലി ശരിയാക്കി തന്നാണ് ഞാൻ അവിടെ പോയി പണിയെടുക്കില്ല. അപ്പം ചുരുക്കി പറഞ്ഞാൽ അത് കേരളത്തിൻ്റെ ഒരു ക്രോസ് സെക്ഷനാണ്, കേരളത്തിൻ്റെ ഒരു പരിച്ഛേദമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. പുതിയ ജനറേഷനിൽ നല്ല ഒരു വിഭാഗം സ്വന്തമായിട്ട് ഒരു ജോലി അന്വേഷിക്കാനുള്ള കഴിവില്ലാത്തവരോ അതല്ലെങ്കിൽ അതിനുള്ള മൂഡില്ലാത്തവരോ ആണ്. അവൻ എങ്ങനെയെങ്കിലും ജോലിക്ക് പോകണം എന്നുള്ള ആവശ്യം ആരുതാണ്? വീട്ടുകാരുടേതാണ്. അപ്പം ഒരു എംപ്ലോയർ പെർസ്പെക്റ്റീവ് പറയുകയാണെങ്കിൽ, എൻ്റെ അനിയനൊരു ജോലി തരുമോ, എൻ്റെ ഹസ്ബൻഡിനൊരു ജോലി തരുമോ, എൻ്റെ മകനൊരു ജോലി തരുമോ എന്ന് ചോദിച്ച് വരുന്നവരുണ്ടെങ്കിൽ ബിവെയർ. ആ ആൾക്ക് സ്വന്തമായിട്ട് എനിക്കൊരു ജോലി തരുമോ എന്ന് ചോദിക്കാൻ ധൈര്യമില്ലാത്തവനായിരിക്കാം, ഒന്നാമത്തത്. രണ്ടാമത്തെ, ഇനി ഒരു എംപ്ലോയി പെർസ്പെക്റ്റീവ്, നിങ്ങൾക്ക് ജോലി വേണമെങ്കിൽ ഏതൊരു കമ്പനിയിലും പോയിട്ട് നിങ്ങളാണ് ചോദിക്കേണ്ടത്, എനിക്ക് ഇന്ന പണി അറിയാം, എനിക്കൊരു ജോലി തരുമോ. നിങ്ങളാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. നിങ്ങളുടെ പാരൻസിനെ നിങ്ങൾ എപ്പോൾ ഇടപെടിപ്പിച്ചോ, അല്ലെങ്കിൽ ഹസ്ബൻഡിനെയോ വൈഫിനെയോ ജ്യേഷ്ഠനെയോ ആരെയും ഇടപെടിപ്പിച്ചോ, അപ്പം ഒരു എംപ്ലോയർ എന്നുള്ള നിലക്ക് നമ്മൾ നിങ്ങളെ ഒരു അമൂൽ ബേബി ആയിട്ടാണ് കാണുക. നിങ്ങൾ അവിടെ തന്നെ ഫിൽട്രേഷനിൽ ഫസ്റ്റ് ലെയർ ഓഫ് ഫിൽട്രേഷനിൽ നിങ്ങൾ ഔട്ടായി പോകും എന്നുള്ള ഒരു, അതായത് ചെറിയ നമ്പറൊന്നും അല്ല കേട്ടോ, നല്ല നമ്പറുണ്ട്. അതായത് ഇപ്പോൾ 1000-ൽ 400-500 ആളുകൾ അങ്ങനെ എൻ്റെ മകനൊരു ജോലി തരുമോ എന്ന് ചോദിച്ച് വിളിക്കുന്നു അല്ലേ. മറ്റൊരാശയമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.